ഹായ്, സുലൈമാൻ ഷൊർണൂർ. അച്ചുട്ടി റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോണ വീട് ഒരു 50 സെൻറ്റ് സ്ഥലവും ഈ റോഡാണ് കേട്ടോ. ഈ റോഡ് ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ റോഡ്, ഇതിങ്ങനെ ഇവിടെ വീടുകൾ, ആ ഓടിട്ട വീടാണ്. 50 സെൻറ്റും ഓപ്പൺ കിണർ, 2 നില ഓടിട്ട വീട്. കിണർ പഴയ വീടാണ്, തറവാട് വീടാണ്. അതിൽ തെങ്ങുണ്ട്, പ്ലാവുണ്ട്, മാവുണ്ട്, ചക്കുണ്ട്, കുറച്ച് റബ്ബറുണ്ട്. അടുക്കള കിണർ, 4 പടം റോഡ്. 50 ഉണ്ണി എത്ര സെൻറ്റ് സ്ഥലമാണ്? 50 സെൻറ്റ് സ്ഥലവും. ഒരു 10-300 മീറ്ററോളം റോഡ് ഫ്രണ്ട് ഉണ്ട്. ഇതാണ് അതിൻ്റെ കിണർ. അടുക്കള കിണറുമാണ്. 2 നില വീടാണ്, മേലെ യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ അതിൻ്റെ സൈഡ് മൊന്തക്കാരനാണ്. അത്യാവശ്യം തെങ്ങുണ്ട്. പിന്നെ അതിൻ്റെ ഒരു സൈഡ് കാണിച്ചു തരാം. ഇതതിൻ്റെ കിണറാണ്, ഇതതിൻ്റെ എൻട്രൻസ്. ഇതിൻ്റെ ആളുകളൊക്കെ ദൂര സ്ഥലത്താവുക കാരണമാണ് അതിൻ്റെ ഉള്ളിൽ കാണിക്കാത്തത്. ഇരട്ടാവുക കാരണമാണ്. ഇതാണ് അതിൻ്റെ കിണർ. ഇതാണ് അടുക്കള കിണർ. അടുക്കള കിണറായിട്ട് ഉപയോഗിക്കാം. വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതടച്ചോ, കുഴപ്പമില്ല. നാല് പുറം വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. ഈ സൈഡിൽ കൂടി റോഡാണ്. ഇതാണ് ഇങ്ങനെ റോഡ്. ആ വീടിൻ്റെ ബാക്ക് ഭാഗമാണ്. ഇതതിൻ്റെ ഒരു പോർഷൻ ബാക്ക് സൈഡാണ്. ഇതിൽ കുറച്ച് റബ്ബറുണ്ട്. അപ്പോൾ റബ്ബർ വെട്ടുകാരുടെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം മരങ്ങളുണ്ട്, പ്ലാവുണ്ട്, മാവുണ്ട്, തെങ്ങുണ്ട്. ഇതിങ്ങനെ അറ്റം വരെ ഉണ്ട്, 50 സെൻറ്റ്. അതിൻ്റെ ബാക്കിലും വീടുകളുണ്ട്. അല്ല, അതിൻ്റെ റബ്ബറാണ് ഇതുള്ളത്. അധികമൊന്നുമില്ല, റബ്ബർ കുറച്ചുള്ളൂ. ഇതതിൻ്റെ ബാക്ക് വശമാണ്. ചെറുതായിട്ടൊക്കെ ഒന്ന് റിപ്പയർ ചെയ്ത് എടുക്കുകയാണെന്ന് വെച്ചാൽ നല്ലൊരു വീടാണ്. അപ്പോൾ ആ സൈഡ്, ഈ സൈഡിൽ വീടുകളുണ്ട്. ഇതിന് വില പറയുന്നത് സെൻറ്റിന് 1.25 ഉറുപ്പ്യാണ് ഒരു സെൻറ്റിന്. അങ്ങനെ അളന്ന് കിട്ടുന്ന സെൻറ്റ് ഒന്നിക്കുള്ള കച്ചവടങ്ങൾ അങ്ങനെയും ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീടുകളെവിടെയെങ്കിലും വാങ്ങാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടുക. ഓക്കെ, അച്ചുട്ടി റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം. വാടനാംകുറിശ്ശി. ഇതിൻ്റെ ലൊക്കേഷൻ എടുക്കുന്നത് പാലക്കാട് പട്ടാമ്പി ഹൈവേന്ന് 1.5 കിലോമീറ്റർ ഉള്ളിലാണ്. എല്ലാ വാഹനങ്ങളും വരും. അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെന്ന് വെച്ചാൽ വിളിക്കുക. പഴയ വീടിൻ്റെ ആവശ്യക്കാരുണ്ടെന്ന് വെച്ചാൽ വിളിക്കുക. ഓക്കേ.